നമ്മുടെ നാട്ടിൽ ഈ കൊടും വെയിലത്ത് വണ്ടി എഫക്റ്റീവായിട്ട് എങ്ങനെ കൂൾ ചെയ്യാന്നുള്ള കുറച്ച് ടിപ്സ് നോക്കാം. എ സിയുടെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി ആദ്യം കയറിയ ഉടനെ തന്നെ വിൻഡോസ് അല്പം റോൾ ഡൗൺ ചെയ്യുക. എന്നിട്ട് സർക്കുലേഷൻ പുറത്തുനിന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഫാൻ സ്പീഡ് ഹൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ അല്പസമയം കൊണ്ട് തന്നെ അകത്തുള്ള ഫുൾ ഹോട്ട് എയറും പുറത്തേക്ക് പോകും. അതുപോലെ തന്നെ ലേഡീസ്, നിങ്ങളുടെ വില കൂടിയ മേക്കപ്പും പെർഫ്യൂം ഒന്നും അതിനകത്ത് വെച്ചു പോകാതിരിക്കുക. ഒന്നെങ്കിൽ പൊട്ടിത്തെറിക്കാം, അല്ലെങ്കിൽ അത് ലീക്കായി നശിച്ചു പോകും. സോ നിങ്ങളുടെ ബാഗ് എടുത്തിട്ട് തന്നെ ഇറങ്ങാം. വാഹനത്തിനകത്ത് ബാറ്ററി പവർഡ് ആയിട്ടുള്ള ഫോൺ, ലാപ്ടോപ്പ് കാര്യമൊന്നും വെച്ച് പോകാതിരിക്കുക. അത് പൊട്ടിത്തെറിക്കാൻ വരെ ചാൻസ് ഉണ്ട്. വേനൽക്കാലത്ത് ഇതുപോലത്തെ വാട്ടർ ബോട്ടിൽസ് വണ്ടിയിൽ വെച്ച് പോകാതിരിക്കുക. അതൊരു ലെൻസായിട്ട് ആക്ട് ചെയ്തിട്ട് തീ രൂപപ്പെടാൻ വരെ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ചൂടായ വെള്ളം കുടിക്കുന്നത് അത്ര നല്ലതല്ല. സോ സീറ്റ് വെന്റിലേഷനുള്ള വണ്ടിയാണെങ്കിൽ അത് ഓൺ ചെയ്യുക. അതാകുമ്പോൾ നിങ്ങളുടെ ഇരിപ്പിടം അൽഫാമാവില്ല. ഇനി XUV 9S ഒക്കെ ആണെങ്കിൽ ബാക്കിലും സീറ്റ് വെന്റിലേഷൻ ഉണ്ട്. ഇനി വാഹനം വെയിലത്താണ് പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം കവർ ചെയ്യുക. ഒരു സൺഷെയ്ഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങളുടെ ഡാഷ്ബോർഡ് ക്രാക്ക് വരില്ല, ഫെയ്ഡ് വരില്ല. ഇനി സ്റ്റിയറിംഗ് വീല് ഫുൾ 180 ഡിഗ്രി തിരിച്ചു വെക്കുകയാണെങ്കിൽ ടോപ്പ് പാർട്ട് ഒന്നും ചൂട് വരില്ല. ഇതൊന്നും ഗൾഫിലുള്ളവരോട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ടയർ പ്രഷർ എപ്പോഴും 1-2 PSI കുറച്ച് വെക്കാൻ നോക്കുക. കാരണം ചൂടത്ത് എയർ എക്സ്പാൻഡ് ചെയ്യും. ഹൈവേസിലൊക്കെ പോകുമ്പോൾ ടയർ പൊട്ടാനും ചാൻസ് ഉണ്ട്. പറ്റുവാണെങ്കിൽ നൈട്രജൻ ഫില്ല് ചെയ്യാൻ നോക്കുക. ഇനി അതൊന്നും ഇല്ലെങ്കിലും പറ്റുമെങ്കിൽ തണലത്തെങ്കിലും പാർക്ക് ചെയ്യാൻ നോക്കുക. ഇനി അവസാനമായിട്ട് വണ്ടി ഓടിക്കുമ്പോൾ റോഡിലൂടെ പോകുന്നവരോടൊന്നും ചൂടാവാതിരിക്കുക. അപ്പം നിങ്ങൾ സ്വയം ഒന്ന് കൂളാവും.